എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതെന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊരിക്കലും വിട്ട് കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചില്ലേ? ഇതേപോലെ തന്നെ ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എർത്തിൻ്റെ ലെയേഴ്സാണ് പഠിച്ചത് അല്ലേ? ഭൂമിയുടെ ഉള്ളറ കുറിച്ച് പഠിച്ചില്ലേ? ഭൂമിയുടെ ലെയേഴ്സ് ഏതൊക്കെയായിരുന്നു? 3 ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ ഏതായിരുന്നു? ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ് പഠിച്ചു അല്ലേ? എല്ലാവർക്കും ഇന്നലത്തെ ക്ലാസ് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഭൂമിയുടെ ഉള്ളറ പോലെ തന്നെ ലെയേഴ്സ് പോലെ തന്നെ നമുക്ക് അന്തരീക്ഷത്തിലും കുറച്ച് ലെയേഴ്സ് ഉണ്ട്, പാളികളുണ്ട് അല്ലേ? ആ പാളികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ കണ്ടീഷൻ. അറ്റ്മോസ്ഫിയറിനെ 5 ലെയറായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ആദ്യത്തെയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അങ്ങനെ 5 ലെയറാണ് അറ്റ്മോസ്ഫിയറിന് ഉള്ളത്. ഈ ചിത്രത്തിൽ നോക്കി, ഫസ്റ്റത്തെ ലെയർ ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഏറ്റവും താഴെയുള്ള ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ? ഏറ്റവും മുകളിലുള്ള ലെയറോ എക്സോസ്ഫിയർ ആണ്. ഇനി ട്രോപ്പോസ്ഫിയർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ പറഞ്ഞു നേരത്തെ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്ററാണ് എർത്ത് സർഫേസിൽ നിന്ന്. ഈ പോൾസിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റേഴ്സും ഇക്വേറ്റേഴ്സിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 കിലോമീറ്റേഴ്സുമാണ് ഉള്ളത്. ഇതിൻ്റെ ഇക്വേറ്റേഴ്സിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഇക്വേറ്ററിൽ എന്തുള്ളത്? 18 കിലോമീറ്റേഴ്സ് ഹൈറ്റ്, ആവറേജ് ഹൈറ്റ് കാണപ്പെടുന്നത്. പിന്നെ ഈ ട്രോപ്പോസ്ഫിയറിലാണ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പേഴ്സും ഈ ലെയറിൽ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ലെയറിലാണ് എന്ത് കാണപ്പെടുന്നത്? എന്തൊക്കെ ആവണത്? ക്ലൗഡ് ഫോർമേഷനും റെയിനും സ്നോയും വിൻഡ്സും ഒക്കെ ആവുന്നത് ഈ ലെയറിലാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 165 മീറ്റർ ഹൈറ്റ് കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഏറ്റവും താഴെയുള്ള ലെയറാണ്. 13 കിലോമീറ്ററാണ് ആവറേജ് ഹൈറ്റ് എർത്ത് സർഫേസിൽ നിന്ന്. വാട്ടർ വേപ്പേഴ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇവിടെ അബണ്ടൻ്റായി കാണപ്പെടുന്നുണ്ട്. ക്ലൗഡ് ഫോർമേഷൻ, സ്നോ, റെയിൻ, വിൻഡൊക്കെ ചെയ്യുന്നത് ഈ ലെയറിലാണ്. പിന്നെ ഓരോ 165 മീറ്റേഴ്സ് ഹൈറ്റ് എർത്ത് സർഫേസിൽ നിന്ന് കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിക്രീസ് ആയി വരുന്നുണ്ട്. ഇതിനാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയാം. രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയറാണ് എന്ത് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫേസിൽ നിന്ന് 15 കിലോമീറ്ററാണ് ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഹൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എങ്ങനെയായിരുന്നു? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താണ് വരുന്നത്. ഇവിടെ ഒരു സ്പെസിഫിക് ഹൈറ്റ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. ഈ ലെയറിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഈ ഓസോൺ ലെയറിൻ്റെ ഹൈറ്റ് 25 കിലോമീറ്റർ ഫ്രം എർത്ത് സർഫേസിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഈ ഈ ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഓസോൺ ഷീൽഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്ന് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഭൂമിയെ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഓസോൺ ലെയറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ലെയറാണ് മിസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ാമത്തെ ലെയറാണ് അല്ലേ?
ട്രോപ്പോസ്ഫിയറിന് മേലെ സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് മേലെ മിസോസ്ഫിയർ. ഈ മിസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് 15 കിലോമീറ്റേഴ്സ് ടു 18 കിലോമീറ്റേഴ്സ് അബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റേഴ്സ് ടു 15 കിലോമീറ്റേഴ്സ് ടു 80 കിലോമീറ്റേഴ്സ് വരെയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എർത്ത് സർഫേസിൽ നിന്ന് 18 കിലോമീറ്റേഴ്സ് ഹൈറ്റ് എത്തുമ്പോൾ ടെമ്പറേച്ചർ -100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇവിടെയാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കുറവ് എന്ത് കാണപ്പെടുന്നത്, ടെമ്പറേച്ചർ കാണപ്പെടുന്നത്. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയിൽ നിന്ന് 80 കിലോമീറ്റർ പോകുമ്പോൾ. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ലെയേഴ്സിലാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നത്. ഏത് ലെയറിലാണ്? മിസോസ്ഫിയറിലാണ് കേട്ടോ. ഇനി അടുത്ത ലെയറാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെയറാണ്? 4ാമത്തെ ലെയറാണ് അല്ലേ. ഈ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഉള്ളത്. ഇത് മിസോസ്ഫിയറിന് തൊട്ട് മേലെയുള്ള ലെയറാണ്. അതേപോലെ തന്നെ ഒരു നിശ്ചിത ഹൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു വരാണ് ചെയ്യുന്നത്. ഈ തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനാണ് അയണോസ്ഫിയർ എന്ന് പറയാം. എന്ത് പറയും? അയണോസ്ഫിയർ എന്ന് പറയും. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവർ പാർട്ടിനെയാണ് അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ഗ്യാസ് മോളിക്യൂൾസ് അയണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ അയോണൈസേഷൻ എന്ന് പറയുന്നു. ഈ അയോണൈസേഷൻ നടക്കുന്ന പാർട്ടിനെ അല്ലെങ്കിൽ ലെയറിനെ അല്ലെങ്കിൽ പ്ലേസിനെ അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ അയൺസ് എന്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റേഡിയോ വേവ്സ് ട്രാൻസ്മിഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി സാധിക്കും. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ പറ്റുന്നത് ഈ ലെയറിലാണ് കേട്ടോ, അയണോസ്ഫിയർ. അടുത്ത ലെയറാണ് എക്സോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് ഏത്? എക്സോസ്ഫിയർ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 400 കിലോമീറ്ററിന് മുകളിലാണ്. അതേപോലെ തന്നെ എയറിൻ്റെ പ്രസൻസ് ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. 400 കിലോമീറ്ററിന് മേലെ പോകുന്തോറും നമ്മുടെ എർത്തിൻ്റെ സ്പേസിൽ നിന്ന് ഔട്ടർ പാർട്ട് ഓഫ് ദ സ്പേസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ള ലെയറാണ് എക്സോസ്ഫിയർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലെയർ പഠിച്ചു? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 ലെയർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.